മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വൈക്കം കൊതവറ സെൻറ് സേവിയേഴ്സ് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും വൈക്കം കൊതവറ സെൻറ് സേവിയേഴ്സ് കോളേജും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഹാളിൽ വെച്ച് നടന്ന സെമിനാർ വൈക്കം MLA ശ്രീ കെ ബിനിമോൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിഷേധം നടക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ നമുക്കറിയാം, കോളേജുകളിലും സ്കൂളുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിശക്തമായി ഓപ്പറേഷൻ തൂഫാന് വലിയ സ്വാധീനം ലഭിച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പർ നോമി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈക്കം ജോയിന്റ് RTO KG ബിജു, വൈക്കം സബ് ഇൻസ്പെക്ടർ റിജോ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ, സെൻറ് സേവിയേഴ്സ് കോളേജ് മാനേജർ ഫാദർ റിജോ കൊനുപ്പറമ്പൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ PL റോബിമോൻ ലഹരിയുടെ മാരക വിപത്തുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായ പോലീസ് എത്രമാത്രം മൈക്രോബേസുകളാണെന്നുള്ളത് വന്നിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വാഭാവിക സംശയം വരുന്നുണ്ട്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിയിൽ, എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ എന്ന പരിപാടിയിൽ മോട്ടോർ വാഹനത്തിന് എന്താണ് കാര്യങ്ങൾ അല്ലേ? നിങ്ങൾക്ക് സംശയം തോന്നിയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അറിവ് സമ്പാദിക്കുന്നതല്ല, സാമൂഹികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാവുക. ഇതൊരു മികച്ച സംരംഭമാണ്. കേരളത്തിലുള്ള ഏറ്റവും വലിയ വിപത്താണ് ഈ ലഹരിയുടെ അവസ്ഥ. ന്യൂസ് ഡെസ്ക് വൈക്കം ഡെയിലി ന്യൂസ്.